1952 ഓഗസ്റ്റ് 12 ചെന്നൈയിലെ തെലുഗു ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നു യെച്ചൂരിയുടെ ജനനം. അച്ഛൻ സർക്കാരിൽ മെക്കാനിക്കൽ എഞ്ചിനീയറായിരുന്ന സർവേശ്വര സോമയാജുലു യെച്ചൂരി, അമ്മ കൽപ്പാകം യെച്ചൂരി. സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദ പഠനത്തിന് ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ എത്തിയപ്പോഴാണ് മാർക്സിസത്തിൽ ആകൃഷ്ടനായത്. 1975 CPM അംഗമായി. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പാർട്ടി ആസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയപ്പോൾ BT രണദിവയുടെ സഹായിയായി യെച്ചൂരി. ബസവ പുന്നയ്യയായിരുന്നു യെച്ചൂരിയിലെ നേതാവിനെ കണ്ടെത്തിയതും വളർത്തിയതും. പ്രകാശ് കാരാട്ടിനൊപ്പം യെച്ചൂരിയെ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത് EMS-ഉം. CPM-ന്റെ സംസ്ഥാന ഘടകങ്ങളിൽ ഒന്നും കാര്യമായ പ്രവർത്തന പരിചയമില്ലാതിരുന്ന യെച്ചൂരി 1984 പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ ക്ഷണിതാവായി. തൊട്ടടുത്ത വർഷം കൊൽക്കത്തയിൽ ചേർന്ന 12ാമത് പാർട്ടി കോൺഗ്രസിൽ പ്രകാശ് കാരാട്ട്, S. രാമചന്ദ്രൻ പിള്ള എന്നിവർക്കൊപ്പം കേന്ദ്ര കമ്മിറ്റിയിലെത്തി. അന്ന് യെച്ചൂരിയുടെ പ്രായം വെറും 34 വയസ്സ്. 1989 തിരുവനന്തപുരത്ത് ചേർന്ന 13ാം പാർട്ടി കോൺഗ്രസിൽ CPM കേന്ദ്ര സെക്രട്ടേറിയറ്റിലെത്തി. 92 40ാം വയസ്സിൽ പോളിറ്റ് ബ്യൂറോ അംഗമായി. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം പാർട്ടി നേരിട്ട പ്രതിസന്ധി തരണം ചെയ്യുന്നതിൽ നിർണായക പങ്കാണ് യെച്ചൂരി വഹിച്ചത്. പാർട്ടി ഏറ്റവും അധികം പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയായിരുന്ന 2015 വിശാഖപട്ടണത്ത് നടന്ന 21ാമത് പാർട്ടി കോൺഗ്രസിലാണ് പ്രകാശ് കാരാട്ടിന്റെ പിൻഗാമിയായി യെച്ചൂരി എത്തുന്നത്. 2018 2022 നടന്ന പാർട്ടി കോൺഗ്രസുകളിലും യെച്ചൂരി ജനറൽ സെക്രട്ടറിയായി തുടർന്നു. 2005 മുതൽ 2017 വരെ രാജ്യസഭാംഗമായിരുന്നു. 3ാം തവണ രാജ്യസഭാംഗമാകുന്നതിനെ പ്രതിപക്ഷത്തെ പലരും പിന്തുണച്ചെങ്കിലും പാർട്ടി അനുകൂല നിലപാട് സ്വീകരിച്ചില്ല. യെച്ചൂരിയെ മത്സരിപ്പിക്കാതിരിക്കാനുള്ള തീരുമാനം CPM എടുത്ത 2ാം ചരിത്രപരമായ വിഡ്ഢിത്തം എന്ന വിലയിരുത്തലുകൾ പിന്നീട് ഉയർന്നിരുന്നു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.